സിമ്പിൾ ഡിപി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ചക്ക വറുത്തത് ഉണ്ടാക്കാം. അതിന് ഞാൻ എടുത്തത് ഒരു വലിയ ചക്കയാണ്. ഇതിന് നമ്മൾ എടുക്കേണ്ടത് വരിക്കച്ചക്കയാണ്. നല്ല മൂത്തതായിരിക്കണം, മധുരം വരരുത്. അതാണ് നല്ല രീതിയിൽ വറുത്ത് കിട്ടുക. ഈ ചക്കച്ചുള പറിച്ച് ഇങ്ങനെ ചെറുതായി മുറിച്ചെടുക്കാം. അടിയിൽ തടിപ്പുണ്ടെങ്കിൽ അത് മുറിച്ച് മാറ്റണം, അല്ലെങ്കിൽ ശരിക്കും പൊരിഞ്ഞു കിട്ടില്ല. ഇനി നമുക്ക് വേണ്ടത് മഞ്ഞളും ഉപ്പും കൂടി ഇളക്കി വെച്ച വെള്ളമാണ്. 1 ടേബിൾ സ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ മഞ്ഞളും കൂടി ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഇളക്കി വയ്ക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി എന്ന് കണ്ടാൽ ഇതിലേക്ക് ചക്കച്ചുള തയ്യാറാക്കി വെച്ചത് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ പൊരിഞ്ഞ് കിട്ടണമെങ്കിൽ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കൈയെടുക്കാതെ ഇളക്കുന്നതാണ് ഏറ്റവും നല്ലത്. തോന്നുന്നത് പോലെ ഇളക്കിയാൽ ചക്കച്ചുളയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ വേവില്ല. കുറച്ച് സമയം കഴിഞ്ഞ ശേഷം 1 ടേബിൾ സ്പൂൺ മഞ്ഞൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മഞ്ഞൾ വെള്ളം കുറേ വെള്ളത്തിൽ ഇളക്കി വെക്കാതെ ഞാൻ പറഞ്ഞ കണക്കിൽ ഇളക്കി വെച്ച് കുറച്ച് മാത്രം ഈ എണ്ണയിലേക്ക് ഒഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ശരിക്കും ഉപ്പ് കിട്ടും. അല്ലെങ്കിൽ ആ ഒഴിച്ച വെള്ളം എണ്ണയിൽ നിന്ന് വറ്റി വരണം. അതുകൊണ്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഇളക്കി കൊടുക്കുക. ഇത് ഉണ്ടാക്കി ടിന്നിൽ അടച്ചു വെച്ചാൽ ചക്കയില്ലാത്ത കാലത്തും കഴിക്കാൻ നല്ലതാണ്. ആരെങ്കിലും പുറത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തയക്കുകയും ചെയ്യാം. ഇത് കുറേ കാലം വെച്ചാലും കേടുവരില്ല. എണ്ണയുടെ പത കുറഞ്ഞു വന്നു എന്ന് കണ്ടാൽ ആയി വരുന്നുണ്ട് എന്നാണ് അർത്ഥം. കോരാനാകുമ്പോൾ പതയൊന്നും ഉണ്ടാവില്ല. കണ്ടില്ലേ? ഇനി ഇത് നമുക്ക് കോരി മാറ്റാം.
അതിനുശേഷം വീണ്ടും ഇട്ട് കൊടുക്കാം. എണ്ണ എപ്പോഴും നല്ലതുപോലെ ചൂടായിരിക്കണം. ചൂടില്ലാത്ത എണ്ണയാണെങ്കിൽ ചക്കച്ചുള എണ്ണ കുടിക്കും. അതുകൊണ്ട് ചക്കച്ചുള ഇട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് സ്റ്റൗവിൻ്റെ ഫ്ലെയിമാണ്. അടിഭാഗവും മേൽഭാഗവും ഒരുപോലെ ഇരിക്കണം ചക്കച്ചുളയുടെ. ചില ചക്കയ്ക്ക് അടിഭാഗം തടിച്ചതായിരിക്കും, ചിലത് ഒരുപോലെയും കിട്ടും. അത് നമ്മൾ ശ്രദ്ധിച്ച് വേണം മുറിച്ചെടുക്കാൻ. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ ശരിയാവില്ല. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, കയ്യിൽ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഉണ്ടാക്കുമ്പോൾ കുട്ടികളെ ഒന്നും അടുത്ത് നിർത്തരുത്. ഇങ്ങനെ വറുത്ത് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചായക്ക് കടിയായി ഉപയോഗിക്കാം. വെള്ളം കൊണ്ട് പൊള്ളുന്നതിനേക്കാൾ ചൂടാണ് എണ്ണ കൊണ്ട് പൊള്ളുന്നത്. ശ്രദ്ധിക്കാതിരുന്നാൽ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. ഇത് ആദ്യം എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണുക. പതയായി നിറഞ്ഞിരിക്കും. ചക്കച്ചുള അതിലുണ്ടോ എന്ന് നമുക്ക് തിരിയുക പോലുമില്ല. പിന്നെ മൂക്കുന്നതിനനുസരിച്ചാണ് ചുള തെളിഞ്ഞു വരിക. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ഇനി എടുത്തു കഴിഞ്ഞാൽ എണ്ണയെല്ലാം തോർത്തി മാറ്റി ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാം. പപ്പടത്തിന് പകരമായും ഇത് ഉപയോഗിക്കാം. അതുകൊണ്ട് ചക്കയുടെ കാലമായാൽ ആരും ചക്ക നശിപ്പിക്കാതെ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി കഴിക്കുക. ഇതൊന്ന് വറുത്തു നോക്കാൻ മറക്കരുതേ.
നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.